വേദിയിൽ ഒപ്പനയെത്തുമ്പോൾ കാണാൻ നല്ല ചന്തമാണ്. ശരിക്കും ഒരു കല്യാണ ചേലാണ് ഒപ്പനയുള്ള നാളിൽ കലോത്സവ വേദി. പക്ഷേ ഇങ്ങനെയുള്ള ഒപ്പനയ്ക്കായി ഒരുക്കങ്ങൾ ഏറെ വേണം അല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? ഏതാ സ്കൂൾ? തൃശ്ശൂർ. ഏതാ സ്കൂൾ? ഏതാ? മോഡൽ ഗേൾസ്. ഹയർ സെക്കൻഡറി വിഭാഗമായിരുന്നു. ഒപ്പന കഴിഞ്ഞോ? കഴിഞ്ഞു. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ ഈ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇവരുടെ ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ സമ്മാനം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് ആഭരണങ്ങൾ, ഈ ഒപ്പനയിലെ അണിയറ ഒരുക്കം ഒരുപാട് നേരം എടുത്തോ മേക്കപ്പ് ചെയ്യാൻ? ഇല്ല, കുറച്ച് നേരം. കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞു. എത്ര സമയം എടുത്തു? 1 മണിക്കൂർ. മണവാട്ടിക്കൊക്കെ അത്ര ഒരുക്കം മതിയോ? അതൊക്കെ മതിയൂലേ? അതായത് ഈ കൈവിരൽ തുമ്പുകൾ ഒന്ന് കാണിച്ചോളൂ ക്യാമറയിലേക്ക്. കൈവിരൽ തുമ്പുകൾ ചുവന്നിരിക്കണം. ഇതൊക്കെ അതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ ചെയ്തിരിക്കും. പിന്നെ കവിളിണ ചുവക്കണം, കണ്ണ് വാലിട്ട് കണ്ണെഴുതണം. അങ്ങനെ മണവാട്ടിക്ക് മാത്രമല്ല ഈ തോഴിമാർക്കുമല്ല, അങ്ങനെ മൊത്തത്തിൽ ഒരു മൊഞ്ചായി മാറണം ഒപ്പന. എന്തായാലും ഈ ഒപ്പനയെക്കുറിച്ച്, ഈ ഒപ്പനയുടെ അണിയറ ഒരുക്കത്തെക്കുറിച്ച് നമ്മളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാം. ഒരു പുതുപ്പെണ്ണിനെ ഒരുക്കും പോലെ തന്നെ ഒപ്പനയിലെ മണവാട്ടിയെ ഒരുക്കണം. അതിന് ഏറെ സമയം വേണം. നല്ല പണച്ചിലവുമുണ്ട്. അലുക്കുകളുള്ള ആഭരണങ്ങൾ വേണം. പളപളാമിന്നുന്ന ഉടുപ്പും വേണം. കൈവിരൽ തുമ്പുകൾ തലേ ദിവസം തന്നെ മൈലാഞ്ചിയിട്ട് ചുവപ്പിച്ചിരുന്നു. വാലിട്ട് കണ്ണെഴുതി കവിളിണ ചുവപ്പിച്ച് 14-ാം രാവുദിച്ച പോലെ ഒരുക്കണം മണവാട്ടിയെ. GHSS മണല്ലൂർ ഫസ്റ്റ് ടൈം ജില്ലയ്ക്ക് ഇന്നൊരു 5 മണി 5:30 ആകുമ്പോൾ സ്കൂളിലേക്ക് എത്തി. അവിടെ നിന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു മേക്കപ്പ്. ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ ഫോട്ടോഷൂട്ട്. അടിപൊളിയല്ലേ, നല്ല സുഖമുണ്ട്. മണവാട്ടി മാത്രമല്ല, തോഴിമാരും ചേലോടെ ഒരുങ്ങണം. കാതിലെ ലോലാക്ക് തിളങ്ങണം. മണവാട്ടിയുടെ ചിരി പോലെ കുപ്പിവളക്കിലുങ്ങണം. ചിരി നിറഞ്ഞ് കടക്കണ്ണെറിഞ്ഞ് മണവാട്ടിയും തോഴിമാരും ഒരുങ്ങിയിറങ്ങിയപ്പോൾ കലോത്സവത്തിന് കല്യാണച്ചേലായിരുന്നു.